മലങ്കര സഭയിലെ എണ്ണപ്പെട്ട ദേവാലയങ്ങളിലൊന്നാണ് മാക്കാംകുന്ന് സെയിന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ. ഷെമ്മാശന്മാരിൽ പ്രധാനിയും സഹദേവന്മാരിൽ മുമ്പനുമായ സ്തേഫാനോസ് സഹദായുടെ നാമത്തിലാണ് 200-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഈ ദേവാലയം സ്ഥാപിതമായത്. ഇന്ന് മലങ്കര സഭയ്ക്ക് കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണിത്. പള്ളിക്കുള്ളിലെ കൊത്തുപണികളും നിർമ്മാണ വൈദഗ്ധ്യവുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. കാണാം ദൈവമേ കൈത്തൊഴാം. മാർത്തോമാ ശ്ലീഹയാൽ സ്ഥാപിതമായ നിലയ്ക്കൽ പള്ളി നശിക്കപ്പെട്ടതിനെ തുടർന്ന് പലായനം ചെയ്ത ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം അന്ന് വനപ്രദേശമായ അച്ചൻകോവിലാറിന്റെ തീരത്തുള്ള പത്തനംതിട്ടയിലും സമീപ പ്രദേശങ്ങളിലും കുടിയേറി പാർത്തു. കൃഷിയും കച്ചവടവുമായി കഴിഞ്ഞിരുന്ന അവരുടെ ആത്മീയ ആവശ്യങ്ങൾ അക്കാലത്ത് കടമ്പനാട് പള്ളിയുമായി ബന്ധപ്പെട്ടാണ് നിർവഹിച്ചിരുന്നത്. പിന്നീട് തുമ്പമൺ, ഓമല്ലൂർ, മാക്കാംകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ അന്നത്തെ പ്രധാന ക്രിസ്ത്യൻ കുടുംബങ്ങൾ ചേർന്ന് മാക്കാംകുന്നിൽ സ്ഥാപിച്ചതാണ് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ. അക്കാലത്ത് പുല്ലുമേഞ്ഞ പള്ളിയായിരുന്നതിനാൽ പലപ്പോഴും ദേവാലയം നശിച്ചു പോയിട്ടുണ്ട്. കൊല്ലവർഷം 1843-ലാണ് പുതിയ രൂപത്തിൽ പള്ളി പണി കഴിപ്പിച്ചത്. ആധുനിക പുരാതന നിർമ്മാണ രീതികളുടെ സംയോജനമാണിപ്പോൾ സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൽ കാണാൻ കഴിയുക. ിലധികം വർഷം പഴക്കമുള്ള ഈ ആരാധനാലയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ 7 വർഷമെടുത്തു. പള്ളിക്ക് 5 ത്രോണോസുകളാണുള്ളത്. 5 ത്രോണോസും 5 വിശുദ്ധരുടെ നാമധേയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 3 ത്രോണോസുകൾ പള്ളിയുടെ പ്രധാന മദ്ബഹയോട് ചേർന്നും 2 ത്രോണോസുകൾ പള്ളിയുടെ അഴിക്കകത്തുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മനോഹരവും വൈവിധ്യവുമായ കൊത്തുപണികളാണ് പ്രധാന ആകർഷണം. പള്ളിയോട് ചേർന്നുള്ള ഭാഗങ്ങളെല്ലാം പൂച്ചെടികളാൽ മനോഹരമാക്കിയിട്ടുണ്ട്. ഏതു ഭാഗത്തു നിന്ന് നോക്കിയാലും ആകർഷകമാണ് ഈ ആരാധനാലയം. നിരവധി തീർത്ഥാടകരാണ് മാക്കാംകുന്ന് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലേക്ക് ദിനംപ്രതി എത്തുന്നത്. ജനുവരി 7, 8 ദിവസങ്ങളിലാണ് പള്ളിയിലെ പെരുന്നാൾ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.